بسم الله الرحمن الرحيم. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ മാസത്തെ നമുക്ക് തന്നു. ഇനി അത് നമ്മൾ നന്നായിട്ട് ഉപയോഗപ്പെടുത്തണം. ഒരുപാട് അവസരങ്ങൾ ഈ റമദാനിന്റെ നോമ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് നമ്മുടെ അത്താഴ സമയം. എല്ലാവരും നേരത്തെ എഴുന്നേൽക്കും. അത്താഴം കഴിക്കൽ പ്രത്യേകം സുന്നത്താണ്. അത് കുറെ ഭാര്യ വെച്ച് തിന്നോളണമെന്നില്ല. 2-3 കാരക്ക തിന്നാലും മതി. അതൊന്നുമല്ല, കുറച്ച് വെള്ളം കുടിച്ചാലും മതി. അത്താഴമാണൊക്കെ നിയ്യത്ത്. അത് പ്രത്യേകം ബർക്കത്തുള്ളതാണ്. നിങ്ങൾ അത്താഴം കഴിക്കണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ കൽപ്പിച്ചിട്ടുണ്ട്. ആ അത്താഴ സമയം വല്ലാത്ത മുഹൂർത്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകൾക്ക് പുറത്തു കൊടുക്കുന്ന സമയമാണ്. കാരുണ്യം ലഭിക്കുന്ന സമയമാണ്. ബലാ ഉള്ളവരുണ്ടോ എന്നോട് ചോദിച്ചോട്ടെ, ഞാൻ അവരുടെ ബലാ നീക്കി കൊടുക്കാം. ദോഷം സംഭവിച്ചു പോയവരുണ്ടോ പുറത്തു കൊടുക്കാം. രോഗികളുണ്ടോ ശിഫ നൽകാം. റിസ്കിന്റെ വിഷയത്തിൽ ബുദ്ധിമുട്ടുന്നവരുണ്ടോ എന്നോട് ചോദിച്ചോട്ടെ, ഞാൻ കൊടുക്കാം. അലാ മുസ്തഗ്ഫിറുൻ അലാ മുസ്തർസിഖുൻ അലാ മുബ്തലൻ. ഇങ്ങനെ അല്ലാഹു ജല്ല ജലാലുഹു വെച്ച് നീട്ടുന്ന സമയമാണ്. ആ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തണം. അത്താഴ സമയം, ആ സമയത്ത് ദിക്ർ ചൊല്ലണം. അല്ലാഹുവിലേക്ക് ഖൽബ് തിരിക്കണം. റബ്ബിനോട് ദുആ ചെയ്യണം. സ്വന്തത്തിന് വേണ്ടി ദുആക്കണം. നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആക്കണം. ഭാര്യ സന്തതികൾക്ക് വേണ്ടി, ഉസ്താദുമാർക്ക് വേണ്ടി, നമ്മുടെയുമായി ബന്ധമുള്ള ആളുകൾക്ക് അവരുടെ അഭാവത്തിൽ ദുആ ചെയ്യണം. ആ ദുആക്ക് വലിയ പവറാണ്. അങ്ങനെ ദുആ, അത്താഴ സമയത്തുള്ള ദുആ മറ്റൊരു പ്രധാനപ്പെട്ട സമയമാണ്. നോമ്പ് തുറക്കുന്ന സമയം. അത് പലർക്കും നഷ്ടപ്പെട്ടു പോകുന്ന മുഹൂർത്തമാണ്. കരവരായി ഇങ്ങനെ സംസാരിക്കുന്ന ഏർപ്പാട് പല സ്ഥലങ്ങളിലുമുണ്ട്. അത് പള്ളിയിലായാലും പള്ളി ചെരുവിലായാലും നോമ്പ് തുറക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്ന ആളുകൾ വെറുതെ സംസാരിച്ച് സമയം നോക്കുന്ന ഒരു ഗതികേട് പലപ്പോഴും കാണാറുണ്ട്. നമുക്ക് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ലിസ്സായിമി ഫർഹത്താൻ, ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി. നോമ്പുകാരൻ എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരനല്ല. അല്ലാഹുവിന്റെ അടുക്കൽ അവന് വലിയ സ്ഥാനമാണ്. അല്ലാഹു അവനെ സ്വർഗ്ഗത്തിൽ സത്യവൊരുക്കി വെച്ചിരിക്കുകയാണ്. അവൻ ചോദിക്കുന്ന കാര്യങ്ങൾ കൊടുക്കാൻ ഓഫറാണ്. അതുകൊണ്ട് നോമ്പുകാരന് 2 പ്രത്യേകമായ സന്തോഷ സമയമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്വാഇ ഫർഹത്താൻ, നോമ്പുകാരന് 2 പ്രത്യേക സന്തോഷമുണ്ട്. ഒന്ന് നോമ്പ് തുറക്കുന്ന സമയമാണ്. നോമ്പ് തുറക്കുന്ന സമയത്ത് എന്താ സന്തോഷം? ആ സമയത്ത് സന്തോഷം വരാത്ത ഒരാളുണ്ടാവില്ല. കാരണം അതുവരെ ഒരു വെള്ളം ഇറക്കാത്ത, അപ്പൊ എന്തെങ്കിലും ഒന്ന് എടുത്ത് വായിലേക്ക് വെക്കുമ്പോ കുറച്ച് വെള്ളം ഇറക്കുമ്പോ സന്തോഷം തന്നെയാണ്. അങ്ങനെ ഹിസ്സൻ നമുക്ക് അനുഭവപ്പെടുന്ന സന്തോഷം അതെന്തെന്നുണ്ട്. പിന്നെ ഇവിടെ ഇതിൽ പ്രധാനമായി ഉദ്ദേശിക്കപ്പെടുന്നത് അൽഹംദുലില്ലാഹ്, ഒരു നോമ്പ് ഞാൻ അല്ലാഹുവിന് വേണ്ടി അനുഷ്ഠിച്ചല്ലോ. ഇത് എന്റെയും റബ്ബിന്റെയും ഇടയിലുള്ള രഹസ്യമായ ഒരു അമലാണ്. ആർക്കും തുറന്നു നോക്കാൻ കഴിയില്ല. അത് സ്കാൻ ചെയ്ത് നോക്കിയാൽ അറിയൂല. അത് മറ്റൊരാൾക്ക് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ കഴിയില്ല. അല്ലാഹുവിന് നോമ്പെടുത്തവനാണ് ഞാൻ. ആ നോമ്പും രഹസ്യമായ നോമ്പ്, അസ്സൗമു ലീ വ അന അജ്സീ ബിഹി എന്ന് പറഞ്ഞിട്ടുള്ള നോമ്പ്, ഒരു നോമ്പും പൂർത്തീകരിക്കാൻ കഴിഞ്ഞല്ലോ. അൽഹംദുലില്ലാഹ്, ഒരു സന്തോഷമാണ്. മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ്
മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ അല്ലാഹുവിന് വേണ്ടി ഒരാൾ ഒരു ദിവസം വ്രതമനുഷ്ഠിച്ചാൽ ബഅദല്ലാഹു വജ്ഹഹു അനിൻ നാരി 70 ഖരീഫാ അവന്റെ ശരീരത്തെ അല്ലാഹു നരകത്തെ തൊട്ട് 70 കൊല്ലത്തെ വഴി ദൂരം അകറ്റുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ ഒരു നോമ്പ്, ഒരു കർമ്മം എനിക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞല്ലോ എന്ന സന്തോഷമാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു ഇവിടെ കിതാബുൽ അദ്കാറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുമാ അംർ ഇബ്നുൽ ആസ് സഹാബിയാണ്. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുമാ പാപ്പയും മോനും സഹാബിയായാലും റളിയല്ലാഹു അൻഹുമാ എന്ന് പറയുന്ന പ്രത്യേകം സുന്നത്താണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതുപോലെ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുമാ രണ്ടുപേർക്കും തർബിയത്ത് ചൊല്ലൽ ഏകം സുന്നത്തുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ശാരീരികമായ ബുദ്ധിമുട്ട് പ്രയാസമുണ്ട്. കുട്ടിയുടെ കാര്യത്തിന് വേണ്ടിയാണ്, മുപ്പർക്ക് പ്രശ്നമൊന്നുമില്ല. കുട്ടീന്റെ ആരോഗ്യത്തെ പേടിച്ചിട്ടാണ് നോമ്പ് ഒഴിവാക്കിയെങ്കിൽ ഖളാ വീട്ടിയാൽ മാത്രം പോരാ, ഖളാ പിന്തിച്ചിട്ടില്ലെങ്കിലൊക്കെ മുദ്ദ് കൊടുക്കണം. പക്ഷെ ഞാൻ നേരത്തെ സംസാരിച്ചതിൽ നോമ്പ് ഒഴിവാക്കിയ പോലെ ശരീരത്തിന്റെ പ്രശ്നം. പിന്നെ സ്വാഭാവികമായും നോമ്പ് അനുഷ്ഠിക്കാത്തത്, നോമ്പ് ഒഴിവാക്കാറുള്ളത് അവരുടെ ശരീരത്തിന്റെ വിഷയത്തെ പേടിച്ചിട്ടായിരിക്കും. അങ്ങനെയാണെങ്കിലാണ് ഞാൻ പറഞ്ഞത്. അതേസമയത്ത് കുട്ടിയുടെ കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ നോമ്പ് ഖളാ വീട്ടിയാൽ പോരാ, മുദ്ദും കൊടുക്കേണ്ടതാണ്. നേരത്തെ പറഞ്ഞതിൽ എതിരല്ല എന്ന് ഓർമ്മപ്പെടുത്താം. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുമാ രണ്ടും പ്രഗൽഭരായ സഹാബികളാണ്. മഹാനവർ പറയാണ്, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ. ഇതൊരു ഹദീസാണ്. വല്ലാത്ത ഒരു മനസ്സിന്റെ ഉള്ളിൽ ഒരു പ്രത്യേക അനുഭൂതി ഉണ്ടാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ തങ്ങളെ കണ്ടുകൊണ്ട്, തങ്ങളുടെ സദസ്സിലിരുന്നുകൊണ്ട് തങ്ങളെ നേരിട്ട് കേൾക്കുക എത്ര വലിയ ഭാഗ്യമാണ്. സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. എത്ര ഭാഗ്യവാനാണ് അവിടുത്തെ സഹാബി. അല്ലാഹുവേ, നിബിതങ്ങളിൽ ആ സഹാബികളെ കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ അല്ലാഹ്. ആ സഹാബികളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഖൽബ് നീ നന്നാക്കണേ അല്ലാഹ്. ഉലൈക അല്ലദീന ഇംതഹന അല്ലാഹു ഖുലൂബഹും ബിത്തഖ്വ. അല്ലാഹു തആല തഖ്വക്ക് വേണ്ടി അവരുടെ ഹൃദയങ്ങളെ സെലക്ട് ചെയ്തു എന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ള മഹാത്മാക്കളാണ് സഹാബികൾ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു. അവരെ തൊട്ട് അല്ലാഹു തആല തൃപ്തിപ്പെട്ടു എന്ന് മാത്രമല്ല, സഹാബികളെ കുറിച്ച് അല്ലാഹു പറഞ്ഞു. പിന്നെ അസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഉഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു. മുഹാജിറുകളും അൻസാരികളുമായ സാബിഖീങ്ങളായ സഹാബികൾ അവരെ തൊട്ട് അല്ലാഹു തആല തൃപ്തിപ്പെട്ടു എന്ന് മാത്രമല്ല, വല്ലദീന തബഉഹും ബിഇഹ്സാൻ അവരെ നല്ല നിലയിൽ പിന്തുടർന്ന ആളുകളെയോ. ഓഹോ, അതാ വലിയ പവർ. റളിയല്ലാഹു അൻഹും വറളൂ അൻഹു. സൂറത്തുൽ ലം യകുനിൽ ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി എന്ന സൂറത്തിന്റെ അവസാനത്തിൽ ഇന്നൽ ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി ഉലൈക ഹും ഖൈറുൽ ബരിയ്യ ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹാൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദാ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു. ശരിയായ വിശ്വാസവും
ആ വിശ്വാസത്തിൽ ഊന്നിക്കൊണ്ടുള്ള സൽക്കർമ്മങ്ങളുമുള്ള ആളുകൾ അവരെ തൊട്ട് അല്ലാഹു തആല തൃപ്തിപ്പെടുമെന്ന സൂറത്തുൽ ലം യകുനില്ലദീന കഫറൂ അല്ലെങ്കിൽ സൂറത്തുൽ ബയ്യിന എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്തിന്റെ അവസാനത്തിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ സഹാബികൾക്കുള്ള പ്രത്യേകത എന്താണ്? അവരെ തൊട്ട് അല്ലാഹു തആല തൃപ്തിപ്പെടുമെന്നത് മാത്രമല്ല, പിന്നെ വല്ലദീന തബഉഹും ബിഇഹ്സാൻ, അവർ പോയ റൂട്ടിൽ അങ്ങോട്ട് പോയി, അവരങ്ങോട്ട് പിന്തുടർന്നു, അവരവരെ നോക്കി അങ്ങോട്ട് ജീവിച്ചു. അവരെ തൊട്ട് അല്ലാഹു തആല തൃപ്തിപ്പെട്ടു. അതാണ് സഹാബത്തിന്റെ മഹത്വം. ആ സഹാബികളിൽപ്പെട്ട മഹാനാണ് അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു. മഹാനവർ പറയാണ്, നിബിതങ്ങൾ പറയുന്ന ഞാൻ കേട്ടു, ഇന്നലി സ്വാഇമി ഇൻദ ഫിത്രിഹി ലദഅവതൻ മാ തുറദ്ദ്. നോമ്പുകാരന് നോമ്പ് തുറക്കുന്ന നോമ്പ് മുറിക്കാൻ നോക്കുന്ന സമയത്ത് തള്ളപ്പെടാത്ത, റിജക്റ്റ് ചെയ്യപ്പെടാത്ത ഒരു പ്രാർത്ഥനയുണ്ട്. എത്ര ആളുകളാണ് അത് നഷ്ടപ്പെടുത്തുന്നത്? വാങ്ങുകൊടുക്കുന്നത് വരെ ഇങ്ങനെ ചരവര പറയാണ്. സുബ്ഹാനല്ലാഹ്, റഹ്മത്തിന്റെ ഒന്നാമത്തെ പത്ത് കുറെ ആളുകളുടെ മുമ്പ് ഒരു കോടിക്കാഴ്ചയും കൊണ്ട് പോകും. വിഷയങ്ങളൊന്നും വേണ്ടതുപോലെ ഗ്രഹിക്കാതെ മനസ്സിലാക്കാതെ ഒരു വിഷയത്തിൽ നമ്മൾ കടന്ന് സംസാരിക്കരുത് എന്ന് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ, നോമ്പിന്റെ നിയ്യത്ത് ചെയ്യുമ്പോൾ നമ്മുടെ നാവ് നോമ്പുകാരനാണ്, കണ്ണ് നോമ്പുകാരനാണ്, കാത് നോമ്പുകാരനാണ്, ഹൃദയം നോമ്പുകാരനാണ്, കയ്യും കാലും എല്ലാം നോമ്പുകാരനാണ്. നിയന്ത്രണമാണ്, ഇംസാക്കാണ്, പിടിച്ചു വെക്കുകയാണ്, എടുത്തു ചാടാൻ വിടാതെ പിടിച്ചു വെക്കുകയാണ് ഇംസാക്ക്. അതാണല്ലോ നോമ്പ്. അതുകൊണ്ട് നാവിനെ നമ്മൾ നിയന്ത്രിക്കേണ്ടതുണ്ട്. ആവശ്യമില്ലാത്തതിലൊന്നും കടന്ന് സംസാരിക്കരുത്. അത് ഖുറൂബിന്റെ സമയത്ത് മാത്രമല്ല, ഒരു സമയത്തും പാടില്ല. അതേ സമയത്ത് ഖുറൂബിന്റെ സമയം മുബാഹായ അനുവദനീയമായ സംസാരങ്ങൾ പോലും ആ സമയത്ത് മാറ്റിവെച്ച് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. അതൊക്കെ നമ്മളുടെ ഘനം മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മുടെ ത്രാസ് നന്മയും തിന്മയും തൂക്കുന്ന തുലാസുണ്ടോ? അത് വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമല്ലേ? വൽ വസ്നു യൗമഇദിനിൽ ഹഖ്, ഖിയാമത്ത് നാളിൽ നന്മകളും തിന്മകളും തൂക്കും, അമലുകൾ തൂക്കും എന്നത് ഹഖാണ്. അതെങ്ങനെയാണ് എന്ന് നമുക്ക് അറിയില്ല. അറിയാത്തതും കാണാത്തതും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് വിധേയമാകാത്തതും ഉറച്ചു വിശ്വസിക്കുക എന്നതാണല്ലോ ഈമാൻ എന്ന് പറയുന്നത്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. അതേ പരിശുദ്ധ ഖുർആൻ എടുത്തു നോക്കിയാൽ സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞ് അൽ-ബഖറയുടെ തുടക്കത്തിൽ തന്നെ മുഅ്മിനീങ്ങളെ പരിചയപ്പെടുത്തുന്നത്, മുത്തഖീങ്ങളെ പരിചയപ്പെടുത്തുന്നത് യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യമായ കാര്യങ്ങൾ കൊണ്ട് വിശ്വസിക്കുന്നവരാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്താൽ സ്വർഗ്ഗം നരകം എന്നൊക്കെ പിന്നീട് നമ്മൾ പറയുന്നുണ്ട്. അതിനനുസരിച്ച് പറയാൻ തെറ്റിദ്ധാരണകളും ഇപ്പോൾ പരത്തുകയും യഥാർത്ഥ വിശ്വാസികളുടെ വിശ്വാസത്തിൽ കളങ്കം വരുത്താനും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും സോഷ്യൽ മീഡിയകളിലൂടെ പലരും പല ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സമയമായിട്ട് പിന്നീട് അല്ലാഹു തൗഫീഖ് ചെയ്താൽ പറയാം. ഗൈബ് അദൃശ്യമായ കാര്യം നമ്മൾ പല സ്ഥലത്തും ഖുർആനിൽ ഈ തൂക്കലിനെ സംബന്ധിച്ച് പറഞ്ഞു കൃത്യമായി തൂക്കി കണക്കാക്കുകയാണ്. അത് അല്ലാഹുവിനെ അറിയാത്തതല്ല. എഴുതി വെക്കുന്നതും അല്ലാഹുവിന് ഓർമ്മക്കുറവ് സംഭവിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് അടിമകളായ നമുക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. അവന്റെ നീതി അവൻ ശരിക്കും നടപ്പിലാക്കി കാണിച്ചു കൊടുക്കുകയാണ്. ആ മീസാനിൽ തൂക്കുന്ന അമലുകളുടെ കൂട്ടത്തിൽ വളരെ ഭാരമുള്ള വെയിറ്റുള്ള ഒരു കലിമത്താണല്ലോ കലിമത്താനി ഹബീബത്താനി റഹ്മാൻ ഖഫീഫത്താനി അലൽ ലിസാൻ സഖീലത്താനി ഫിൽ മീസാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. പരിശുദ്ധ ഖുർആൻ കഴിച്ചാൽ
ലോകത്തെ ഏറ്റവും സ്വഹീഹായ പ്രബലമായ ഗ്രന്ഥം, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഏറ്റവും പ്രമാണമായ ഗ്രന്ഥം സ്വഹീഹുൽ ബുഖാരി. ഇമാമുൽ അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് വൽ മുഹദ്ദിസീൻ മുഹമ്മദ് ഇബ്നു ഇസ്മാഈൽ അൽ-ബുഖാരി റളിയല്ലാഹു അൻഹു. അല്ലാഹു അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഇരുലോകത്തും രക്ഷപ്പെടുത്തി തരട്ടെ. അല്ലാഹു അലാ ബുഖാരി റളിയല്ലാഹു അൻഹു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ സൂക്ഷ്മതയും ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നതിലുള്ള അവിടുത്തെ നിബന്ധനകളും, ഹദീസ് സഹീഹായ ഹദീസ് മാത്രം ആ ഗ്രന്ഥത്തിൽ കൊണ്ടുവരണം എന്നതിനുള്ള ശുഷ്കാന്തിയൊക്കെ വളരെ പ്രസിദ്ധമാണ്. ആ സഹീഹിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസ് മാത്രമല്ല ഇമാം ബുഖാരി തങ്ങൾക്കുള്ളത്, വേറെയും നിരവധി ഹദീസുകൾ ഉണ്ട്. പക്ഷേ ആ ഗ്രന്ഥത്തിൽ ആ ഗ്രന്ഥത്തിൽ സഹീഹായത് മാത്രമേ റിപ്പോർട്ട് ചെയ്യപ്പെടൂ എന്നുള്ള കണിശതയാണ്. ആ സഹീഹുൽ ബുഖാരി പരിസമാപ്തി കുറിക്കുന്നത് ഈ ഹദീസ് പറഞ്ഞുകൊണ്ടാണ്. ബാബു ഖൗലില്ലാഹി തആല വനദഉൽ മവാദീന ഖിസ്ത ലിയൗമിൽ ഖിയാമ. വളരെ കൃത്യതയുള്ള തുലാസ് നമ്മൾ ഖിയാമത്ത് നാളിൽ സ്ഥാപിക്കും എന്ന് പറഞ്ഞ പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് എടുത്തു വെച്ചുകൊണ്ട് ഒരു ഹെഡിംഗ് അവസാനത്തെ സ്വഹീഹുൽ ബുഖാരിയുടെ പരിസമാപ്തിയാണ്. എന്താണ് ഹദീസിലുള്ളത്? രണ്ട് വചനങ്ങൾ, ചെറിയ രണ്ട് വേർഡുകൾ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. അത്ര എളുപ്പമാണ്. ഹബീബത്താനി ഇലർ റഹ്മാൻ, കാരുണ്യവാനായ അല്ലാഹുവിനെ വല്ലാത്ത താൽപര്യമുള്ള, അവനിക്ക് വളരെ ഇഷ്ടമാണ്. അത് അടിമകൾ ചൊല്ലുന്നത്. അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടതല്ലേ നമ്മൾ ചെയ്യേണ്ടത്? ശൈത്താൻ ഇഷ്ടപ്പെട്ടതല്ലല്ലോ, അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടത് ചെയ്യാം. അപ്പൊ നമ്മൾ അല്ലാഹുവിന്റെ മെഹബൂബീങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അല്ലാഹുവിനെ സംബന്ധിച്ച് നല്ലോണം അറിയുന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി പറയുന്നത് അല്ലാഹു തആലക്ക് വളരെ താൽപര്യമാണ്. ഹബീബത്താനി ഇലർ റഹ്മാൻ, കലിമത്താനി ഹബീബത്താനി ഇലർ റഹ്മാൻ, ഖഫീഫത്താനി അലൽ ലിസാൻ. നാവിന്റെ മേൽ എളുപ്പമാണ്, വലിയ പ്രയാസമില്ല. ആർക്കും ഏത് പ്രായത്തിലല്ല, അങ്ങനത്തെ അക്ഷരങ്ങളൊന്നുമില്ല, പ്രയാസമൊന്നുമില്ല, ബുദ്ധിമുട്ടില്ല, വളരെ എളുപ്പമാണ്. അതേ സമയത്ത് സഖീലത്താനി ബിൽ മീസാൻ, നന്മയും തിന്മയും തൂക്കുന്ന ത്രാസിൽ കൊണ്ട് വെച്ചാലോ ഭയങ്കര വെയിറ്റാണ്. എല്ലാ സാധനവും ഒരുപോലെ തൂക്കം അല്ലേ? 5 കിലോ പൊരി തൂക്കി വെച്ചാലും 5 കിലോ പഞ്ചസാര തൂക്കി വെച്ചാലും എന്താണ് പഞ്ചസാരയുടെ കാരണം? ചിലപ്പോൾ 5 കിലോ തോന്നി സാന്ദ്രതയാണ്. 5 കിലോ പൊരി സാധനത്തിന് സാന്ദ്രതയും വെയിറ്റും, ഈ രണ്ട് കലിമത്തുകൾക്ക് വലിയ വെയിറ്റാണ്. സഖീലത്താനി ഫിൽ മീസാൻ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ഇത് നമുക്ക് എല്ലാവർക്കും അറിഞ്ഞൂടെ? അപ്പൊ ആ സമയത്ത് പ്രത്യേകിച്ചും നോമ്പ് തുറക്കുന്ന സമയം അല്ലാഹു തആല അടിമയോട് എന്തൊരു താല്പര്യം. കാരണം ലോകത്തൊരാൾ പറഞ്ഞാലും ചെയ്യില്ല, കുടിക്കുന്ന വെള്ളം പറഞ്ഞാലും ഉപയോഗിക്കില്ല. അത് റബ്ബിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് അല്ലേ? ആര് പറഞ്ഞാലും കുടിക്കാണ്ട് കണ്ടാണ് നടക്കുക. അപ്പൊ 10-14 മണിക്കൂർ സമയം അല്ലാഹുവിന് വേണ്ടി, അവന്റെ പൊരുത്തത്തിന് വേണ്ടി അന്നപാനീയങ്ങളും തന്റെ എല്ലാ വികാരങ്ങളും ഊറ്റി അമർത്തി നോമ്പ് തറയോട് അടുക്കുന്ന സമയം 1 മിനിറ്റ് മുമ്പ് പോലും ഒരു തുള്ളി വെള്ളം ഇറങ്ങുന്നില്ല. 1 മിനിറ്റ് ബാക്കിയുണ്ട് ഉറൂബായ എന്തൊരു അനുസരണമാണ്, എന്തൊരു കൃത്യതയാണ്. ഈ സമയത്ത് അല്ലാഹുവിന് അടിമയോട് താല്പര്യമുണ്ടെന്നല്ലേ? ആ താല്പര്യമുള്ള സമയത്ത് അല്ലാഹുവിന് വളരെ ഇഷ്ടപ്പെട്ട, വളരെ താല്പര്യമുള്ള ഈ 2 കലിമത്തുകൾ അങ്ങ് ചൊല്ലിയാലോ
സുബ്ഹാനല്ലാഹ്, പഞ്ചാരക്കൊന്നും തേന്മഴ പെയ്തു എന്ന് പറഞ്ഞ പോലെ എന്തൊരു മഹബ്ബത്തായിരിക്കും അല്ലാഹു ഉണ്ടാവുക. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നഷ്ടപ്പെട്ടു പോകല്ലേ. ആ സമയത്ത് പ്രത്യേകമായ പ്രാർത്ഥനയുണ്ട്. അതേ, തള്ളപ്പെടുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഇബ്നു അബീ മുലൈക റളിയല്ലാഹു അൻഹു പറയുന്നു, അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു നോമ്പ് മുറിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പറയും, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിറഹ്മതിക അല്ലതി വസിഅത് കുല്ല ശൈഇൻ അൻ തഗ്ഫിറ ലീ. എല്ലാത്തിനും വിശാലമായ റഹ്മത്ത്, നിന്റെ റഹ്മത്ത് കൊണ്ട് അല്ലാഹുവേ ഞാൻ നിന്നോട് എന്റെ ദോഷങ്ങൾ പുറത്തു തരാൻ ആവശ്യപ്പെടുകയാണ്. ദോഷം പുറക്കാൻ മാത്രമല്ല, ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ, ബുദ്ധിമുട്ടുകളുണ്ടോ, എന്തെല്ലാം നല്ല കാര്യങ്ങൾ സാധിക്കേണ്ടതുണ്ടോ, അതൊക്കെ ആ സമയത്ത് ചോദിക്കുക. അവനവന്റെ ഹൃദയത്തിന്റെ ഭാഷ എന്ന് പറയില്ലേ, അവനവന്റെ ഭാഷയിൽ അവിടെ ഭാഷ നന്നാക്കി അറബി ഒന്നും വേണ്ട. അവനവന്റെ ശൈലിയിൽ അവനവന്റെ മനസ്സിൽ നിന്ന് വരുന്ന ദുആ തീർച്ചയായും അല്ലാഹു തആല കബൂൽ ചെയ്യും. ഏത് പ്രശ്നം പരിഹരിക്കപ്പെടാത്ത ഇദസ്തമലത അലൽ യസിൽ ഖുലൂബു വല്ലാഹു ലിമാ ബിഹി സദറുർ റഹീം. ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും, ഒരുപാട് കാര്യങ്ങൾ സാധിച്ചു കിട്ടേണ്ടതുണ്ട്. അതൊന്നും നടക്കാതെ ഖൽബ് വല്ലാതെ നിരാശയിലാണ്, വിശാലമായ ഖൽബ് ഇടുങ്ങിയിരിക്കുകയാണ്. വൗതഅത്തിൽ മകാരി വതമഅന്നത് വറസത ഫീ അമാകിനി അൽ ഖുതൂബ്. ഒരുപാട് അനിഷ്ടമായ കാര്യങ്ങൾ നടന്നുകൂടിയിരിക്കുകയാണ്. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരന്തങ്ങളും പലതും ഇവിടെ നൂരമുരിക്കുകയാണ്. വലം തറ ലിംഗിശാഫിൻ നുറി വജ്ഹാ വലാ ഗനാ ബിഹിലതിഹിൽ അരീബു. അതൊന്നും കിട്ടാൻ യാതൊരു വഴിയും കാണുന്നില്ല. വലിയ വലിയ ബുദ്ധിമാന്മാരായ ആളുകൾ, കഴിവും കഴിവുള്ള ആളുകൾ എല്ലാം പരാജയപ്പെട്ടിരിക്കുകയാണ്. അവരുടെ കൗശലങ്ങളൊന്നും നടക്കുന്നില്ല. ബേജാറാകണ്ട. അതാക അലാ ഖുനൂതിൻ മിൻക ഗൗസു യമുന്നു ബിഹിൽ ലതീഫുൽ മുസ്തജീബു. ഏത് നിരാശയും വേണ്ടതില്ല. എത്ര പ്രയാസമുള്ള കാര്യമാണെങ്കിലും അല്ലാഹുവിങ്കൽ നിന്ന് അവന്റെ പ്രത്യേകമായ ഉദക്കം ലഭിക്കും. ലതീഫായ ദുആക്ക് ഇജാബത്ത് ചെയ്യുന്ന അല്ലാഹു നിനക്ക് സഹായം നൽകും. ആ ഉറച്ച വിശ്വാസത്തോടെ നീ കൈനീട്ടിക്കോ. വകുല്ലുൽ ഹാദിസാതി ഇദാ തനാഹത് ഫമൗസൂലുൻ ബിഹൽ ഫറജുൽ ഖരീബു ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ ഇന്ന മഅൽ ഉസ്രി യുസ്റാ. നമ്മളെപ്പോഴും പാരായണം ചെയ്യുന്ന സൂറത്തുൽ ഇൻശിറാഹ്. അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ളഹ്റക വറഫഅനാ ലക ദിക്റക ഫഇന്ന മഅൽ ഉസ്രി യുസ്റൻ ഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഒരു യുസ്റിന് ഒരു പ്രയാസത്തിന് രണ്ട് യുസ്ർ എന്നാണ് ആയത്തുകളുടെ ആശയം. പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക് പതറിപ്പോകരുത്. എനിക്കൊന്നും സാധിക്കൂല, ഇനിയൊന്നും നടക്കൂല എന്ന് ചിന്തിക്കാൻ പാടില്ല. വല്ലാതെ മനസ്സ് പതറുന്ന ഒരു കാലമാണ്. ചെറിയ പ്രായക്കാർ, ചെറിയ യുവാക്കൾക്ക് പോലും മാനസികമായ സംഘർഷം, മാനസികമായ എന്തൊക്കെയോ പിരിമുറുക്കങ്ങൾ. അല്ലാഹുവിനെ ശരിക്കും വിശ്വസിക്കുക. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അങ്ങനെ എന്തൊക്കെയോ മനസ്സ് പതറി. എന്നിട്ട് പിന്നെ താൽക്കാലികമായ അതിന്റെ സൊല്യൂഷൻ എന്ന നിലക്ക് എന്ത് ചെയ്യാം? ചിലര് ലഹരിയുടെ പിന്നാലെ പോകും. അല്ലാഹുവേ, ഞങ്ങളെ
ഞങ്ങളുടെ സന്താന പരമ്പരകൾ ഖിയാമത്ത് വരെ വരുന്ന എല്ലാ മക്കളെയും സന്താനങ്ങളെയും ബന്ധപ്പെട്ടവരെയും നീ കാക്കണം റഹ്മാനേ, നീ കാക്കണം റഹ്മാനേ. ലഹരിയുടെ അടിമകളായവർ ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല, ഒരു ലഹരിയും അനുവദിക്കുന്നില്ല. അങ്ങനെ കുറച്ച് സമയം താൽക്കാലികമായ ഒരു ആനന്ദം അത് ഉപയോഗിച്ച ആളുകൾക്ക് ഉണ്ടായേക്കാം, പക്ഷേ ഇസ്ലാം പരിഗണിക്കുന്നില്ല. അങ്ങനെ കുറച്ച് സമയം അത് ഉപയോഗിച്ച ആൾക്ക് ആനന്ദവും ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ കുറെ ആളുകൾ അതിന്റെ പേരിൽ വിഷമാനുഭവിക്കുകയും ചെയ്യും. ഒരു വീട്ടിലും ഉണ്ടാകാൻ നമ്മുടെ കുടുംബങ്ങളൊക്കെ കാക്കട്ടെ. ഒരൊറ്റ വീട്ടിലും ഒരു കുടുംബത്തിലും നല്ല മാന്യമായ സമ്പന്നമായ നല്ല പ്രൗഢിയുള്ള ഇസ്സത്തുള്ള കുടുംബമാണ്. ആ കുടുംബത്തിൽ ഒരു ലഹരി ഉപയോഗിക്കുന്നവൻ വെടിഞ്ഞു പോയാൽ ആ കുടുംബം തകർന്നു. അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നത് ചെറുപ്പക്കാർ പ്രത്യേകിച്ച് മനസ്സിലാക്കണം, അല്ലാഹുവിനെ ശരിയായ ഉറപ്പും വിശ്വാസവും അല്ലാഹുവിന്റെ തവക്കുൽ, അല്ലാഹുവിനോട് അവൻ നൽകും എന്ന ഉറച്ച വിശ്വാസത്തോടെ ചോദിക്കണം. ചോദിച്ചാൽ അല്ലാഹു തരും, യാതൊരു സംശയമില്ല. ഞാനിപ്പോൾ നീട്ടുന്നില്ല, ഒരു കാര്യം കൂടി പറയട്ടെ. വലികുല്ലി വിജ്ഹത്തുൻ ഹുവ മുവല്ലിഹാ ഫസ്തബിഖുൽ ഖൈറാത്ത്. നിങ്ങൾ ഖൈറായ കാര്യങ്ങളെ വേഗം മത്സര ബുദ്ധിയോടെ മുന്നോട്ട് പോയി ചെയ്യണം, അതിലേക്ക് കുതിക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ. ഫസ്തബിഖുൽ ഖൈറാത്ത് അത് ഖിബ്ലയുടെ വിഷയത്തെ സംബന്ധിച്ച് അതിനോട് തുടർന്ന് പറഞ്ഞ ആയത്താണെങ്കിലും മിൻ അംറിൽ ഖിബ്ലതി ഔ ഗൈരി, ഖിബ്ലയുടെ വിഷയമാണെങ്കിലും ശരി, അത് പിന്നെ മസ്ജിദുൽ ഹറാമിലേക്ക് കഅബ ശരീഫിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കാൻ വേണ്ടി താൽക്കാലികമായി 10-16 മാസക്കാലത്തോളം ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിന്നതിന് ശേഷം കഅബ ശരീഫിലേക്ക് തന്നെ വീണ്ടും തിരിഞ്ഞു നിസ്കരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താൽപര്യത്തോട് അനുബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർഡർ ചെയ്തപ്പോൾ ഖിബ്ലയുടെ കാര്യത്തിൽ ചില സംശയങ്ങളും അതുപോലെ വാദങ്ങളും തർക്കങ്ങളൊക്കെ ഉണ്ടായി. അതിന്റെ പശ്ചാത്തലമാണ് അവിടെയാണ് ഖൈറാണെന്ന് ബോധ്യപ്പെട്ടാൽ വേഗം അത് ചെയ്യുക, സംശയിപ്പിക്കുക പാടില്ല. അത് ഖിബ്ലയുടെ കാര്യത്തിലല്ലാത്ത ഖൈറാണെന്ന് ബോധ്യപ്പെട്ട കാര്യം വേഗം ചെയ്യണം. ഖൈറാണെന്ന് ബോധ്യപ്പെടാത്തത് തിരക്ക് കൂട്ടി ചെയ്യാൻ പാടില്ല. ഉദാഹരണം ഞാൻ പറയാം. ഒരു മഹാൻ വന്നു എന്ന് കേട്ട് എന്തെല്ലോ അത്ഭുതങ്ങളൊക്കെ കാണിക്കുന്നുണ്ടോ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് അത് പാടില്ല. അത് ഖൈറാണോ, പോകാൻ പറ്റുന്ന ആളാണോ, അത്ഭുതങ്ങളൊക്കെ സുബ്ഹാനല്ലാഹ് ദജ്ജാൽ കാണിക്കുമ്പോൾ അത്ഭുതം കാണിക്കുന്ന ആളാണ്. മറന്നുപോയ ആൾക്കാരുടെ അതൊക്കെ പേര് യാതൊരു സംശയമില്ല. ദജ്ജാലാണ്. അല്ലാഹു തആല സർവ്വ നമ്മുടെ കുടുംബങ്ങളെ ബന്ധപ്പെട്ടവരെ കാത്തുരക്ഷിക്കട്ടെ. ദജ്ജാലെല്ലാം കാണിക്കാൻ ദജ്ജാൽ ഒരാളെ ശരിക്കും ഇങ്ങനെ കൊന്നിട്ട് തലയും ഉടലും വേർതിരിച്ചില്ല, അതൊക്കെ എല്ലാവർക്കും ബോധ്യപ്പെട്ടു. കല്യാണം മരിച്ചു അങ്ങനെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം നീറ്റ് പോകാൻ അങ്ങനെ ജീവനോട് എണീറ്റാണ്ട് പോകും. അല്ലാഹു കൊടുത്ത കൈവാണ്, അപ്പോ ഒരു സ്വാലിഹായ ഒരു മനുഷ്യനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല അഭിപ്രായങ്ങളുണ്ട്. അവനോട് ചോദിക്കുന്നത് ഇപ്പൊ തിരിഞ്ഞില്ലേ, അള്ളയാണ് തിരിഞ്ഞില്ലേ? മൂപ്പര് പിന്നെ ശരിയായ സുന്നിയായതുകൊണ്ട് അങ്ങനെ ഒരു അത്ഭുതം കാണിക്കുന്ന ആളാണോ, അതുകൊണ്ടൊന്നും അള്ളാഹുവിൽ നല്ല വിശ്വാസം ആ മനുഷ്യൻ, ആ സ്വാലിഹായ മനുഷ്യൻ. അതുകൊണ്ട് അദ്ദേഹം പറയും, ഇപ്പോഴാണ് നിന്റെ കാര്യത്തിൽ എനിക്ക് നല്ല ഉൾക്കാഴ്ച ഉറച്ചത്, നീ ദജ്ജാലാണ്. കാരണം ഇതൊക്കെ ഞങ്ങളുടെ നേതാവ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പ്രത്യക്ഷത്തിൽ ഒരാൾ ജീവൻ ഇരിക്കുന്നത് കൊണ്ടോ, അത് മാത്രമല്ല ഭൂമിയോട് പറയും, ആകാശത്തോട് പറയും മഴ വർഷിപ്പിക്കാൻ പറയും, മഴ വർഷിക്കും. ഭൂമിയോട് മുളപ്പിക്കാൻ പറയും, മുളപ്പിക്കും.
അതുകൊണ്ടൊന്നും ചിലപ്പോ പരീക്ഷണാർത്ഥം നല്ലവരല്ലാത്തവർക്കും അല്ലാഹു തആല കൊടുക്കും. അതാണ് ദജ്ജാലത്തിന്റെ വില. ഇതൊക്കെ സ്വഹീഹായ ഹദീസാണ്. ഇബ്ലീസ് ദജ്ജാൽ ഇതൊക്കെ കാണിക്കും, മുളപ്പിക്കും, പെയ്യിക്കും, ജീവിക്കും. കനിയില്ല കാലം കനിയെ കൊടുത്തോവർ കരിഞ്ഞ മരത്തുമ്മൽ കായനിറച്ചോവർ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു സംബന്ധിച്ച് പറഞ്ഞു. അതുകൊണ്ടൊന്നും അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ ഇലാഹാവുകയോ അല്ലാഹുവില്ല. അല്ലാഹു ആദരിച്ച് ബഹുമാനിച്ച, അല്ലാഹു കറാമത്ത് നൽകിയ ഒരു വലിയാണെന്നല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് പോകുന്നില്ല. ഇത് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ കക്ഷികൾ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഒരാളെ കൊന്നതിന്റെ ജീവിച്ചു പോകാൻ ജീവൻ പോയാലൊന്നും അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് മുളച്ചു പൊങ്ങിയാലൊന്നും ഉണ്ടാവില്ല. അത് ചെയ്താലൊന്നും ഒരു ശൂന്യം വിശ്വസിക്കില്ല. കാരണം അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പലർക്കും അതിനുള്ള അവസരങ്ങൾ കൊടുക്കും. നമ്മൾ പറഞ്ഞു അങ്ങനെ അത്ഭുതങ്ങളൊക്കെ പലരും കാണിക്കും. അപ്പൊ അങ്ങനെ കേട്ടാല് അത് ഖൈറാണോ, അത് ശരിയായ വഴിയാണോ എന്ന് അന്വേഷിച്ച് അനുസരിച്ച് അറിയുന്ന ആളുകളോട് ചോദിച്ച് പഠിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. ഞാൻ എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. ഖൈറാണെന്ന് ബോധ്യപ്പെട്ട കാര്യങ്ങളിലേക്കെല്ലാം ഉളരണം. ഉദാഹരണത്തിന് ഇഖാമത്ത് കൊടുത്താൽ ഒന്നാമത്തെ സഫിലേക്ക് അത് ഖൈറാണെന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചാണ്. ഒന്നാമത്തെ സഫാണ് അല്ലാഹു തആലയുടെ റഹ്മത്ത് ആദ്യമായിട്ട് ഇറങ്ങുന്ന വലിയ പോരിച്ചുള്ളത് ഒന്നാമത്തെ സഫാണ്. ഒന്നാമത്തെ സഫ് എന്ന് പറഞ്ഞാൽ ഇമാമിന്റെ നേരെ ബാക്കിയുള്ള സഫാണ്. വ ഇൻ തഖല്ലലഹു മിംബറുൻ ഔ അമൂദുൻ ഫത്ഹുൽ മുഈൻ പോലുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ പ്രത്യേകം എടുത്ത് പറഞ്ഞു. അതിന്റെ ഇടയിൽ മിംബറോ അല്ലെങ്കിൽ തൂണോ മറ്റോ ഇടയിൽ വന്നാലും ശരി എന്ന് പറഞ്ഞാൽ ആളുകളെ നിൽക്കുന്നതിന് ഒരു തൂണും അതിനിടയ്ക്ക് തൂണാണ്. എന്നാലും അങ്ങനെ തൂണോ മറ്റോ ഉള്ളത് കൊണ്ട് സഫ് മുറിഞ്ഞ പ്രശ്നമില്ല. ഈ കസേര വെച്ചിരിക്കുന്ന ഇപ്പൊ ഇവിടെ വളരെ പറഞ്ഞിട്ടുണ്ട്. കസേര എത്രയാണ്ട് കൊണ്ടുവരുന്നുണ്ടോ അതനുസരിച്ച് കൊണ്ടാണ് കസേര അല്ലാഹു തആല നമുക്ക് പൂർണ്ണമായ ആഫിയത്ത് നൽകട്ടെ. ശരിക്കും ഇരുന്നിട്ട് ഇഫ്തിറാഖിന്റെ ഇരുത്തോ തവറുക്കിന്റെ ഇരുത്തൊക്കെ ഇരുന്നിട്ട് തന്നെ നിൽക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ചെറുപ്പക്കാരോട് ഞാൻ പ്രത്യേകിച്ച് പറയുന്നു, നിങ്ങൾ ഒരിക്കലും നിസ്കാരത്തിൽ ലുബ്ധത കാണിക്കരുത്. വെക്കേണ്ടതൊക്കെ ശരിക്ക് വെക്കുക. കാലിന്റെ വണ്ടക്ക് വിരലിന്റെ വണ്ടക്ക് ശരിക്ക് പതിച്ചു വെക്കുക. അങ്ങനെ ഇപ്പൊ തന്നെ നിങ്ങൾ നടപ്പാക്കിയാൽ ഞങ്ങൾക്ക് മുട്ടുവേദന ഉണ്ടാവില്ല, ഉറപ്പാ. സുജൂദിലേക്ക് പോകുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നീട് പറയുന്നുണ്ട്. ഈ പ്രാവശ്യം നിസ്കാരത്തിന്റെ 14 റുക്നുകൾ അത് നമ്മുടെ ഈ ക്ലാസിന്റെ ഇടയിലായിട്ട് ചെറുങ്ങനെ വിശദീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ചെറിയ സൂറത്ത് ഇഖ്റാ ബിസ്മില്ലാഹിർ ഇൻഷാ അല്ലാഹ് ആദ്യം. അങ്ങനെ അതിന്റെ ഇടയിലായിട്ട് നമ്മുടെ ഈ നിസ്കാരത്തിന്റെ റുക്നുകൾ അത് നമുക്ക് കുറെ കാലം നിസ്കരിക്കുന്നുണ്ട് കാര്യമില്ല. അതൊക്കെ കൃത്യമായി നമ്മളെ കൊണ്ടുപോകുന്ന പോലെ നമ്മൾ പറയാൻ വിചാരിക്കുന്നുണ്ട്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ ശരിക്കും അപ്പൊ സഫിന് കണക്കാക്കിയ സഫിന് അപ്പുറത്ത് ചെയറോ അല്ലെങ്കിൽ സ്റ്റൂളോ ഇരിക്കുകയാണ്. അതാണ് അതിന്റെ ശരി. അന്നേരം അപ്പുറത്ത് പിന്നെ ബേക്കിലുള്ള ഒരു ആളുകൾ അവിടെ തൂണാൻ അവിടെ തൂണുണ്ടെങ്കിൽ അതവിടെ പറഞ്ഞത്. പിന്നെ ഒന്നാമത്തെ സഫ് എന്ന് പറഞ്ഞാൽ മിമ്പറോ തൂണോ ഇടയിൽ വന്നാലും ശരി ഇമാമിനോട് ഇമാമിന്റെ നേരെ ബേക്കിലുള്ള സഫാണ് ഒന്നാം സഫ്. ഞാനിപ്പോ കസേര മസ്മല പറഞ്ഞിട്ടുണ്ട്. വേറെ ആരെങ്കിലും അതിനെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. അതുകൊണ്ട് അതിന് എതിർക്കലോ ഒന്നുമല്ല. ചിലപ്പോ പിന്നെ അത് ആകാം ഇതാകാം. പക്ഷെ നമ്മൾ ഏതാണ് കൂടുതൽ എങ്ങനെ പറയാനല്ലാതെ അതിലൊന്നും തർക്കങ്ങളോ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്നും ഉദ്ദേശിച്ചിട്ടോ അല്ല. പിന്നെ മസ്മലകളിൽ തർക്കം സാധാരണയാണ്. ഇരിക്കട്ടെ. അപ്പൊ ഒന്നാം സഫിലേക്ക് വന്ന് നിൽക്കുക എന്ന് പറയുന്നത്
അത് ഖൈറായ സംഗതിയാണ്. അത് തിരക്ക് കൂട്ടുന്നെ. എന്നിട്ട് കുറെ ആളുകൾ ഒരു സഫിൽ നിന്ന് തീരൂല, 3-4 സഫിൽ ആളുകൾ എല്ലാവർക്കും ഒന്നാം സഫിൽ ആവൂല. അപ്പൊ പിന്നെ എന്താ ചെയ്യാ? നറുക്കേണ്ടി വരും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൗ യഅലമൂന മാ ഫിസ് സഫിൽ അവ്വലി വഫിൽ അദാനി. വാങ്ക് വിളിക്കുന്നതിനും അതുപോലെ ഒന്നാമത്തെ സഫിൽ നിൽക്കുന്നതിനുമൊക്കെ ഉള്ള പൗരുഷയും അതിന്റെ മഹത്വവും അവർ ശരിക്കും മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ലസ്തഹമൂ, നറുക്കിടേണ്ടി വരുമായിരുന്നു എന്ന്. അപ്പൊ ഒന്നാം സഫിലേക്ക് വേഗം വരണം. അതേ ഇശാ കഴിഞ്ഞ് വേഗം സുന്നത്ത് നിസ്കരിക്കാൻ നീങ്ങണം. ഇശാ കഴിഞ്ഞിട്ട് അപ്പുറം പോയി അവനോട് പറഞ്ഞ് ചില ആളുകൾ ഇവിടെ ഒന്നും നല്ല കാര്യങ്ങൾ ചെയ്യാൻ സംഗതി തറാവിനെക്കാട്ടും ഈ വളരെ മഹത്വമുള്ള. നമ്മള് തറാവിഹിന് എത്ര പ്രാധാന്യം കാണുന്നുണ്ട് എന്നാ അതിനെക്കാട്ടും വേഗത്തിലല്ലോ ഈ റവാത്തിബ്. അതുകൊണ്ട് നമസ്കാരം ആരും വിട്ട് കളയരുത്. അപ്പൊ ഹൈറായ കാര്യങ്ങളിലേക്ക് വേഗം ഉള്ളരി വരിക. ഒറ്റ അമലും അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുതെ ആക്കൂല. ഒറ്റ ഹദീസും നിർത്താം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇതൊക്കെ സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാ, ഇന്നല്ലാഹ കതബൽ ഹസനാതി വസ്സയ്യിആതി. അല്ലാഹു സുബ്ഹാനഹു വ തആല സൽകർമ്മങ്ങളെയും ദുഷ്കർമ്മങ്ങളെയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതൊക്കെയാ സൽകർമ്മങ്ങൾ, ഏതൊക്കെയാ ദുഷ്കർമ്മങ്ങൾ, ആരൊക്കെ എന്തൊക്കെ ചെയ്യാന്നൊക്കെ അവന്റെ വിശാലമായ അറിവ് കൊണ്ട് നേരത്തെ തന്നെ എഴുതിയിട്ടുണ്ട്. പിന്നെ അതിനെ അല്ലാഹു തആല ഒന്ന് വിശദമായി പറഞ്ഞു. ഫമൻ അമ്മ ബിഹസനത്തിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് അല്ലാഹു തന്നെ പറഞ്ഞു. ഫമൻ അമ്മ ബിഹസനത്തിൻ വലം യഅമൽഹാ കതബഹ അല്ലാഹു ലഹു ഇൻദഹു ഹസനതൻ കാമില. ഒരാള് ഒരു സൽക്കർമ്മം ചെയ്യാൻ വേണ്ടി കരുതി, പ്ലാൻ ചെയ്ത് മനസ്സിലുറപ്പിച്ചു. പക്ഷേ ഫലം യഅമൽഹാ, അത് ചെയ്യാൻ അവസരം ഒത്തുകൂടിയില്ല, മിസ്സായി ചെയ്യാൻ ആത്മാർത്ഥമായിട്ടാണ് മനസ്സ് കരുതിയത്. കതബഹ അല്ലാഹു ലഹു ഇൻദഹു ഹസനതൻ കാമില. അല്ലാഹു ജല്ല ജലാലുഹു അത് അവന്റെ അടുക്കൽ ഒരു പൂർണ്ണമായ സൽക്കർമ്മമായി രേഖപ്പെടുത്തും. അവന്റെ അവന്റെ മനസ്സിലുള്ള ചാരിയിരിക്കുന്ന പല ആളുകളും ഉറങ്ങിപ്പോയി. അതുകൊണ്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. സദസ്സിന്റെ ഭംഗി എന്ന് പറഞ്ഞാല് പ്രായമുള്ള ആളുകളും അതുപോലെ തന്നെ നടുവേല ആളുകളും ഞാൻ പറയുന്നില്ല, നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരൊക്കെ സദസ്സിന്റെ നടുവിൽ ഇങ്ങോട്ട് ഞാൻ കൊണ്ട് നമുക്ക് പറയുന്ന ചാരി എന്നാല് ഈ പേരോട് പലപ്പോഴും പറയാറുണ്ട്, എന്ത് അപേക്ഷയാണ് ഈ ഓർക്കുന്നത്. അതുകൊണ്ട് അതിനകത്ത് പറയാനാണ് എല്ലാ നടന്നു അന്നേരം പരമാവധി ഒന്നിങ്ങോട്ട് അത് ഇന്നിനി മാറണ്ട, ഇനി അങ്ങനെ ഇരിക്കുമോ അങ്ങനെ പ്രായമുള്ള ആളുകളോടല്ല. ഈ വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ മനസ്സിൽ ചിലപ്പോ അത് ഖൽബിൽ ഉദിച്ചു വരുന്ന പല സംഗതികളുണ്ട്. അതിന് കുറെ കാറ്റഗറികളുണ്ട്. ചില സംഗതികൾ മനസ്സിൽ വെറുതെ വരും, അത് നമുക്ക് നിയന്ത്രിക്കാനാകാണ്ട് വരുന്ന സംഗതി. ഇന്നല്ലാഹ തജാവസ അൻ ഉമ്മത്തി മാ തുവസ്വിസ് ബിഹി സുദൂറുഹാ ഔ നഹവ ദാലിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു തആല എൻ്റെ ഉമ്മത്തിനെ വിട്ടുകൊടുത്തിരിക്കുന്നു, ഒഴിവാക്കി കൊടുത്തിരിക്കുന്നു. മാ തുവസ്വിസ് ബിഹി സുദൂറുഹാ, അവരുടെ ഹൃദയങ്ങൾ ഇങ്ങനെ മന്ത്രിക്കുന്ന
സ്ഥിരമായി നിൽക്കാത്ത ചില എന്തൊക്കെയോ തോന്നലുകൾ അത് മനസ്സിൽ വരുന്നുകൊണ്ട് അതങ്ങനെ മനസ്സിലാക്കുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികൾ പറഞ്ഞു. ഇതൊക്കെ സഹീഹ് ബുഖാരി എല്ലാം സഹീഹ്. ഇന്നാ ലനജിദു, ഇത് മുസ്ലിമിന്റെ റിപ്പോർട്ടായി പറയുന്നു. ഇന്നാ ലനജിദു ഫീ അൻഫുസിനാ മാ യതആലമു അഹദുനാ അൻ യതകല്ലമ ബിഹി. അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളിൽ ചിലരുടെ ഹൃദയങ്ങളിൽ എന്തൊക്കെയോ ചില സംഗതികൾ ഇങ്ങനെ ഇങ്ങനെ വരിക. അത് നാവ് കൊണ്ട് ഉച്ചരിക്കാൻ ആ വ്യക്തി വളരെയധികം മടിക്കുന്നു. വലിയ സംഗതിയായി കാണുന്നു. എന്റെ നാവോട് പറയാം. അങ്ങനത്തെ സംഗതികൾ അനിയന്ത്രിതമായി ഹൃദയത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. അതിന് ഞങ്ങൾക്ക് എന്തോ തകരാറുണ്ടോ? ഞങ്ങൾ പിടികൂടി സൂക്ഷിക്കോ? ഇതാണ് സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്ന സംശയം. ഇന്നാ ലനജിദു ഫീ അൻഫുസിനാ മാ യതആലമു അഹദുനാ അൻ യതകല്ലമ ബിഹി. ഇതാണ് അല്ലാഹു തആല വിട്ടുകൊടുത്തു എന്ന് പറയുന്ന ഇതിന്റെ ലക്ഷണം. ആ വ്യക്തിയെ അബ്ദ് ഒരിക്കലും അത് ഇഷ്ടപ്പെടുന്നില്ല. അവന് അതിൽ തീരുമാനമില്ല, അവന് അതിൽ ഉറച്ച നിലപാടില്ല. പിന്നെ അത് മനസ്സിൽ വന്നത് എനിക്ക് വേദന. കാരണം നാമോട്ടത് പറയാനെങ്കിൽ ഭയങ്കര വിഷമമാണ്. അവന് വിധങ്ങളിൽ ചോദിച്ചു, അതെ നിങ്ങൾ അങ്ങനെ എത്തിക്കുന്നുണ്ടോ? അങ്ങനെ ഹൃദയത്തിൽ ചിലത് ഒതുക്കുകയും ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ മനോഹരങ്ങൾ ഇങ്ങനെ വരികയും അത് നാവ് കൊണ്ട് പറയുന്നത് വലിയൊരു ദുരന്തം മോശമായി കാണുകയും ചെയ്യുന്നുണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അതേ നബി അങ്ങനെയുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, അത് ശരിയായ വ്യക്തമായ ഈമാനിന്റെ ലക്ഷണമാണ്. കാരണം നാവ് കൊണ്ട് പറയാൻ മടിക്കുകയാണ്. എന്റെ ഈമാൻ അതിനനുവദിക്കുന്നില്ല. ഇതൊരിക്കലും എനിക്ക് അനുകൂലമല്ല, ഞാൻ പറയാൻ പാടില്ലാത്തതാണ്. പക്ഷേ നിയന്ത്രിക്കാൻ കഴിയാതെ മനസ്സിൽ വന്നു പോകുകയാണല്ലോ. അത് അല്ലാഹു തആല ഒരിക്കലും കേസായി എടുക്കുന്നില്ല. ഇതങ്ങനല്ല. ഇത് ഒരു സംഗതി ഹസനത്ത് ചെയ്യാൻ വേണ്ടി അമ്മ ജീവിച്ചിരിക്കുന്നു. പക്ഷേ അത് ചെയ്യാൻ കഴിഞ്ഞില്ല കാരണവശാൽ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കൽ അത് കാമിലത്തായ പരിപൂർണമായ ഹസനത്തായി രേഖപ്പെടുത്തുന്നു. അല്ലാഹുവിന്റെ കാരുണ്യം ഈ നന്മ രേഖപ്പെടുത്തുന്ന വിഷയത്തിൽ വല്ലാത്ത അഡ്ജസ്റ്റ്മെന്റ് അല്ലാഹു തആല ചെയ്തത്. അമലുകൾക്ക് പ്രതിഫലം കൊടുക്കുന്നതിൽ അല്ലാഹു തആല വല്ലാത്ത ഒരു ഇളവാണ് ചെയ്യുന്നത്. നമ്മളിപ്പോ ഓടയും കൊണ്ട് പോയാൽ അല്ല കൊട്ടടക്കം കൊണ്ട് പോയാൽ നല്ല വില തന്നെയാണോ? പേപ്പറിൽ ഇത്തിരിയൊക്കെ ഉണ്ട്, വില അങ്ങനെ കണ്ടിട്ടുണ്ട്. അതിന്റെ ഏതെങ്കിലും ഒരു അടുത്തേക്ക് എത്തുകൂടി വില തിരികെ ഈ വില തിരികെ കുറച്ച് മനുഷ്യന്മാർക്ക് അതായത് ഓരോ നിലവാരം അനുസരിച്ച് എടുക്കാൻ പറ്റുള്ളൂ. വിൽക്കുന്ന ആരെങ്കിലാണ് ഞാൻ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയല്ല. 10, 70, 700, 7000, 7000 അത്രയില്ലാത്തത്ര കൊടുക്കാൻ. ഇതാണ് നയം. എന്തൊരു കാരുണ്യമാണ് അല്ലാഹുവിന്റെ. فمن هم بحسنة فلم يعملها كتبها الله له عنده حسنة كاملة فإن هو هم بها فعملها. ഇനി ഓനത് മനസ്സിൽ കരുതുകയും അത് പ്രവർത്തിക്കുകയും ചെയ്താലോ كتبها الله عنده 10 حسنات. മിനിമം ഇത് ഉജൂബ ഖത്ഇയായിട്ട് കിട്ടുന്ന ഉറപ്പായിട്ടും 10 ഹസനത്ത് അല്ലാഹു യഹ്ദും ഇലാ 700 ലൈബിൻ ഇലാ അളഅഫിൻ കസീറ. 700 ധാരാളം ഇരട്ടികളിലേക്ക് പോകുന്ന നിലക്ക് എന്ന് വേറെ ഹിസാബില്ലാതെ അല്ലാഹു തആല കൊടുക്കും. ഒറ്റ ഒരു ഹസനത്തിനെ ഏൽപ്പിയും വലിയ പ്രതിഫലം അല്ലാഹു കൊടുക്കും. അതിനാരോട് ചോദിക്കേണ്ടില്ല. ഓന്റെ ഖജനാവിൽ കൊടുക്കുന്നതാണ് ഓന്റെ അധികാരം. എന്നിട്ട് പറയാണ് വമൻ ഹമ്മ ബിസയ്യിഅത്തിൻ ഫലം യഅമൽഹാ കതബഹ അല്ലാഹു ലഹു ഇൻദഹു ഹസനതൻ കാമില. ഒരാളൊരു മോശമായ ദുഷ്കർമ്മം ചെയ്യാൻ വേണ്ടി കരുതി പ്ലാൻ ചെയ്തു.
പിന്നെ അള്ളാഹു വിചാരിച്ചു മിൻ അജ്ലി എന്ന് വേറെ റിവായത്തിലുണ്ട്, തറകഹു ജറായ എന്ന് വേറെ റിപ്പോർട്ടിലുണ്ട്. ഓനത് ഉപേക്ഷിച്ചത് എന്റെ കാരണത്താലാണ്, എന്നെ കണക്കിലെടുത്തിട്ടാണ്. അപ്പൊ അങ്ങനെ എന്താ പിന്നെ ഒത്തുകൂടാത്തോണ്ടാണ്, സൗകര്യം സന്ദർഭമില്ലാത്തോണ്ടാണ്. അത് വേണ്ട, അല്ലാഹു പൊരുത്തപ്പെടൂല. അവൻ അത് ചെയ്തില്ല, സയ്യിഅത്ത് ഒരു ദുഷ്കർമ്മം ചെയ്യാൻ വേണ്ടി കരുതി പക്ഷേ ചെയ്തില്ല. എന്നാൽ അത് അല്ലാഹുവിന്റെ അടുക്കൽ പൂർണ്ണമായ ഒരു ഹസനത്തായി ആ അടിമക്ക് രേഖപ്പെടുത്തുന്നു. കരുതി എന്നിട്ട് പ്രവർത്തിക്കുകയും ചെയ്താലോ അല്ലാഹു തആല ഒരു തെറ്റായിട്ട് മാത്രമേ രേഖപ്പെടുത്തുന്നുള്ളൂ. സ്വഹീഹുൽ ബുഖാരിയാണ് മനസ്സിലാക്കണം. ഒരു തെറ്റായിട്ട് മാത്രമേ അല്ലാഹു രേഖപ്പെടുത്തുന്നു. അവിടെ അല്ലാഹു തആല ഇരട്ടിയാക്കുന്നില്ല. ഹസനത്ത് ചെയ്യുന്നു. എന്താണ് അല്ലാഹുവിന്റെ ആവേശത്തിന് പ്രതിഫലം കൊടുക്കുക? അതുകൊണ്ട് ഈ റബ്ബിനല്ലേ നമ്മുടെ ഇബാദത്ത് ചെയ്യുന്നത് കൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, ഇപ്പോൾ ഞാൻ എന്താണ് ഒരു ദുഷ്കർമ്മം ചെയ്യാൻ വേണ്ടി കരുതിയ വ്യക്തി അത് പിൻവലിക്കുന്നതിനും ക്യാൻസലാക്കുന്നതിനും ഒരു മടിയും കാണിക്കല്ലേ. ഞാനതങ്ങനെ തീരുമാനിച്ച ഇപ്പേതായാലും അങ്ങനെ നടക്കട്ടെ. സുബ്ഹാനല്ലാഹ്, ഒരു കല്യാണമാണ്. ആ കല്യാണം തൊട്ടടുത്തുള്ള വ്യക്തിയോട് പറഞ്ഞിട്ടില്ല. കാരണം അയാൾ നേരത്തെ ഒരു കല്യാണം കഴിച്ചപ്പോൾ ഇയാളോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പകരം വീട്ടുകയാണ്. അപ്പൊ നാട്ടിലുള്ള ചില നല്ല മനുഷ്യന്മാര് പറഞ്ഞോടോ, ഓനോന്റെ ഇന്റെ മാന്യത അനുസരിച്ച് ഇഞ്ഞോനോട് വീട് കല്യാണം പറഞ്ഞോളാം. ഇല്ല, എന്താ ഇത് എനിക്ക് ഓനോട് പറയേണ്ട കഴിക്കാനാവുന്ന നോക്കട്ടെ, നല്ല ഊർജ്ജം കൊടുക്കും. എന്ന് പറയും. ആ സമയത്ത് ആ തീരുമാനം ഉപേക്ഷിക്കാൻ കഴിയും. ആ ദുഷ്കർമ്മമാണ്. അവനോട് കല്യാണം അങ്ങനത്തെ മനസ്സല്ലേ, നമ്മളെ മനസ്സൊക്കെ നന്നാക്കി തരട്ടെ, ശുദ്ധിയാക്കി തരട്ടെ. അങ്ങനത്തെ മനസ്സായിരിക്കണം. ഓന്റെ കല്യാണം ആദ്യം എന്റെ കല്യാണം അവനോട് കല്യാണം പറഞ്ഞില്ല എന്ന തീരുമാനം ദുഷ്കർമ്മമാണ്. ആ ദുഷ്കർമ്മം പിൻവലിക്കുന്നു, ഞാനത് ഒഴിവാക്കുന്നു, ഞാൻ ചെയ്യുന്നില്ല. എന്നാൽ അല്ലാഹുവിന്റെ അടുക്കലല്ലേ വലിയ അംഗീകാരം, റബ്ബിന്റെ അംഗീകാരമല്ലേ വേണ്ടത്, അവന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തോഷവും താല്പര്യവുമല്ലേ വേണ്ടത്. പക്ഷേ പലപ്പോഴും വാശി നമ്മളെ പിടിച്ചു കൊടുക്കും. അതേ, പലരും നമ്മളോട് എന്റെ അഭിമാനമെന്ന് പറയും. പക്ഷേ അപമാനമാണത് എന്ന് മനസ്സിലാക്കണം. ഇപ്പൊ ഞാൻ കാണാം. അപ്പൊ നമ്മള് മനസ്സിൽ കരുതിയത് രേഖപ്പെടുത്തുന്നതാണ്. അതിനെ സംബന്ധിച്ച് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞു, ഫീഹി ദലീലുൻ അലാ അന്നൽ മലക യഖദിറു അലാ മാ ഫീ ഖൽബി അബ്ൽ ആദമി, മനുഷ്യന്റെ ഹൃദയത്തിലുള്ളതിന്റെ മേൽ മലക്ക് വെളിവായി അറിയും. അതുകൊണ്ട് മലക്ക് ഇലാഹാവൂലട്ടോ. ഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫഅലൂൻ. നമുക്കെല്ലാവർക്കും മേൽ അല്ലാഹു അധികാരപ്പെടുത്തിയിട്ടുണ്ട് മലക്കുകളെ, നന്മയും തിന്മയും എന്ന മലക്കുകള്. യഅലമൂന മാ തഫഅലൂൻ, നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടോ അറിയും എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു. ഇവിടെ ഈ മനുഷ്യൻ ഹമ്മ് ചെയ്ത, മനസ്സിൽ പ്ലാൻ ചെയ്ത, ആരോടും പറയാത്ത കാര്യം അത് ഒരു ഹസനത്തായി രേഖപ്പെടുത്തുന്നല്ലേ പറഞ്ഞത്. അപ്പം അതെങ്ങനെയാണ്? അല്ലാഹു തആല അറിയിച്ചു കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഇൽമ് ആ മലക്കിന് പടച്ചു കൊടുക്കലുണ്ട്. ആ ഇൽമു കൊണ്ട് അറിയാൻ കഴിയും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്പോൾ അറിയിച്ചു കൊടുക്കുകയാണ് എന്നതിന് ഉപോത്ബലകമായ ഒരു റിപ്പോർട്ട് മഹാനവറുകൾ അതിന്റെ ശേഷം ഉദ്ധരിക്കുന്നുണ്ട്. ഇബ്നു അബി ദുനിയ അൻ അബി ഇമ്രാനിൽ ജൂതി ഖാല യുനാദിൽ മലക്കു, മലക്കിങ്ങനെ വിളിക്കും,
എന്നിട്ട് മലക്കിനെ യുനാദിൽ മലക്ക, അല്ലാഹു തആല മലക്കിനെ വിളിക്കും. എന്നിട്ട് പറയും ഉക്തുബുലി ഫുലാനിൻ കദാ വ കദാ, ഇന്നാലിന്ന വ്യക്തിക്ക് ഇന്നാലിന്ന നീ രേഖപ്പെടുത്തിക്കോ എന്ന് മലക്കിനോട് പറയും. അപ്പൊ മലക്ക് ചോദിക്കും, യാ റബ്ബി ഇന്നഹു ലം യഅമൽഹു, അവൻ ചെയ്തിട്ടില്ലല്ലോ അല്ലാഹ്. ഫയഖൂലു അല്ലാഹു തആല പറയും, ഇന്നഹു നവാഹു, അവൻ ചെയ്തിട്ടില്ലെങ്കിലും അവന്റെ മനസ്സിൽ അത് കരുതിയിട്ടുണ്ട്, ചെയ്യാൻ കഴിയാതെ പോയതാണ്, മിസ്സായി പോയതാണ്, അതുകൊണ്ട് എഴുതിക്കോ. അല്ലാഹ്. ഒരഭിപ്രായമുണ്ട്, യജിദുൽ മലക്കുൽ ലിൽ ഹമ്മി ബിസ്സയ്യിഅതി റായിഹതൻ ഖബീതതൻ വബിൽ ഹസനതി റായിഹതൻ തയ്യിബ. ഒരു മനുഷ്യൻ നല്ല പ്രവൃത്തി ചെയ്യാൻ വേണ്ടി, സൽക്കർമ്മം ചെയ്യാൻ വേണ്ടിയാണ് കരുതിയതെങ്കിൽ മലക്കിന് നല്ല പരിമളം എത്തും. ഒരഭിപ്രായമാണ്. ദുഷ്കർമ്മം ചെയ്യാൻ വേണ്ടിയാണ് അവൻ കരുതിയതെങ്കിൽ മലക്കിന് ഒരു ദുർഗന്ധം അനുഭവപ്പെടും. അങ്ങനെ മലക്ക് അറിയും, അത് എഴുതും എന്നൊക്കെ പറഞ്ഞവരുമുണ്ട്. ഏതായിരുന്നാലും ശരി, സൽക്കർമ്മങ്ങളിലേക്ക് മുന്നേറണം. ഖൈറായത് എന്താണോ അതിലേക്ക് നമ്മൾ കുതിച്ചു വരണം. ഈ പരിശുദ്ധ റമദാനിനെ മുഴുവനും ഉപയോഗപ്പെടുത്തണം. അർഹമുർ റഹീമീനായ റബ്ബ് തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. കഴിഞ്ഞ റമദാനിൽ നമുക്കിവിടെ വന്ന് പ്രസംഗിച്ചു തന്ന ടി ഉസ്താദ് വലിയ പ്രശ്നമൊന്നുമില്ല, എന്നാലൊരു സർജറി കഴിഞ്ഞിട്ട് വീട്ടിൽ വിശ്രമത്തിലാണ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, നീ പൂർണ്ണമായ ശിഫ നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്. നോമ്പിന് തന്നെ അധികം താമസിയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരാനും പോകാനും പ്രവർത്തിക്കാനും സംസാരിക്കാനും ഒക്കെയുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. അർഹമുർ റഹീമീനായ റബ്ബേ, സാധുക്കളാണ് ഞങ്ങൾ. ഒരുപാട് റമദാനുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരു റമദാന് കൂടി നീ ഞങ്ങൾക്ക് തന്നിരിക്കുകയാണ്. ഞങ്ങളെ കഴിഞ്ഞ റമദാനുകൾ എങ്ങനെയാണ് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളെല്ലാവരെയും ഈ റമദാനോടുകൂടെ നീ നന്നാക്കി തരണം റഹ്മാനെ. നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. ഞങ്ങളിലേക്ക് റഹ്മത്തിന്റെ നോട്ടം നോക്കണേ അല്ലാ. ഇന്നലെ ഉറൂബ് മുതൽ നിന്റെ റഹ്മത്തിന്റെ 10, റമദാനിന്റെ ആദ്യത്തെ 10 തുടങ്ങി ഒരുപാട് ആളുകൾക്ക് റഹ്മത്ത് ചെയ്തിട്ടുണ്ട്. ഞങ്ങളതിൽ പെട്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്കെല്ലാവർക്കും നിന്റെ കാരുണ്യം ചൊരിച്ചു തരണേ അല്ലാ. അതുവഴി ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപക്കറകളും നീ കഴുകി വൃത്തിയാക്കി നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളിലേക്ക് കാരുണ്യത്തിന്റെ നോട്ടം നോക്കണേ അല്ലാ. ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇപ്പോൾ ഞങ്ങളെ കൂടെ ഇല്ല. അവരെല്ലാം ബർസഖിയ ലോകത്താണ്. അല്ലാഹുവേ, അവരുടെ ഖബറിൽ സന്തോഷം നൽകണം റഹ്മാനെ. ഞങ്ങൾക്ക് നീ എത്രയാണ് കണക്കാക്കിയ ആയുസ്സെന്നറിയില്ല. നിന്റെ പൊരുത്തത്തിലായ ആരോഗ്യത്തോടെ, ഇജ്ജത്തോടെ, തഖ്വയോടെ ദീർഘായുസ് നൽകണം റഹ്മാനെ. അർഹമുർ റഹീമീനായ റബ്ബേ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്കും ഭാര്യാസന്തതികൾക്കും ശിഷ്യന്മാർക്കും ബന്ധപ്പെട്ടവർക്കും പ്രത്യേകിച്ച് ഈ വെളിച്ചത്തിനൊക്കെ കാരണമായ മഹാനായ പേരുള്ള ഉസ്താദ് ഉൾപ്പെടെയുള്ള ഉസ്താദുമാരും പ്രവർത്തകന്മാരും എല്ലാവർക്കും നീ ആരോഗ്യമുള്ള ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. ഞങ്ങളും ഈ നിശ്ചയിച്ച സമയത്ത് മരിച്ചു പോകുമ്പോൾ ഞങ്ങളുടെ ബർസഖിയായ ജീവിതത്തിൽ സന്തോഷം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, നീ എല്ലാം വൃത്തിയാക്കാൻ വേണ്ടിയല്ലേ ഈ നോമ്പ് ഞങ്ങൾക്ക് തന്നത്. ഞങ്ങളുടെ കൽബിനൊക്കെ ഒരുപാട് കീടങ്ങളുണ്ട് റബ്ബേ. എല്ലാ കീടങ്ങളും ദുസ്വഭാവങ്ങളും നീക്കി ഞങ്ങളുടെ കൽബ് നന്നാക്കി തരണം റഹ്മാനെ. നിന്റെ നോട്ടമുള്ള കൽബാക്കണം റഹ്മാനെ. അർഹമുർ റഹീമീനായ റബ്ബേ, ആരോഗ്യമേറ്റിത്തരണേ അല്ലാ. മനസ്സിന് സമാധാനം നൽകണേ അല്ലാ. നീ പൊരുത്തപ്പെടുന്ന വിധത്തിൽ ഞങ്ങൾക്ക് മാനമായി നീ ഐശ്വര്യം നൽകണേ അല്ലാ. ഒരാളെ മുന്നിലും ഞങ്ങളെ ഐബാക്കരുത് റഹ്മാനെ. അല്ലാഹുവേ, നീ നൽകിയതിലും നൽകാനിരിക്കുന്നതിലും ബറക്കത്ത് ചൊരിയണേ അല്ലാ. യാ റബ്ബ് യാ അല്ലാ, നീ നൽകിയതിൽ നിന്ന് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സംഭാവന ചെയ്യുന്ന എത്രയോ മുഅ്മിനീങ്ങളുണ്ട്, ഉദാരമതികളുണ്ട്. അല്ലാ, ആരും അറിയാതെ ഒരുപാട് സംഭാവനകൾ ചെയ്യുന്നവരുണ്ട്.
നീ അറിയുമല്ലോ, നീ പ്രതിഫലം നൽകുമെന്ന നിലക്ക്, മറ്റൊരാളും അറിയേണ്ടതില്ലല്ലോ എന്ന നിലക്ക് ഇഖ്ലാസോടെ കൊടുക്കുന്നവരുണ്ട്. എല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും നീ പകരം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, പ്രവാസികൾ പലരും പല ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും ഉണ്ട്. അവരുടെ അകമഴിഞ്ഞ സഹായങ്ങളും സംഭാവനകളും ഞങ്ങളുടെ ദീനീ സംരംഭങ്ങൾക്ക് ഒരുപാട് കരുത്തേകുന്നുണ്ട്. അവർക്കെല്ലാം എല്ലാ കാര്യത്തിലും നീ ഖൈറ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, പുതിയ കച്ചവടങ്ങളൊക്കെ തുടങ്ങി നോക്കിയവരുണ്ട്. നീയാണ് റിസ്ക് നൽകുന്നത്. ഇന്നല്ലാഹു വർ-റസാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. എവിടെയും റിസ്ക് നൽകുന്നവൻ നീയാണ്. ആര് എന്ത് സംരംഭങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ അതിലൊക്കെ പുരോഗതിയും ബറക്കത്തും നൽകണം റഹ്മാനെ. നീ ഞങ്ങളെ പട്ടിണിയിലാക്കരുത് റഹ്മാനെ. ഒരു പതനത്തിലും ഞങ്ങളാക്കരുത് റഹ്മാനെ. അർഹമുർ റഹീമീനായ റബ്ബേ, എല്ലാ മുസീബത്തുകളിലും ഞങ്ങളെ കാക്കണേ അല്ലാഹുവേ, ഉംറക്ക് പോയവരുണ്ട്. എല്ലാവർക്കും നീ ആഫിയത്തോടെ അമലുകൾ ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ വർഷത്തെ ഹജ്ജ് ഉദ്ദേശിച്ച് അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ച് നിൽക്കുന്നവരുണ്ട്. എല്ലാവർക്കും നിന്റെ ദർബാറിലേക്കും ഹബീബായ തങ്ങളുടെ ചാരത്തേക്കും എത്തി എല്ലാ കർമ്മങ്ങളും കൃത്യമായി നിർവഹിച്ച് അവരവരുടെ നാടുകളിലേക്ക് എത്താൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഈ സദസ്സിൽ അതുപോലെ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരിൽ ആരാണോ ഇതുവരെ ഇരു ഹറമുകളിലേക്ക് എത്തിയിട്ടില്ലാത്തവർ, അവർക്ക് അടുത്ത ഭാവിയിൽ തന്നെ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഗർഭിണികളുണ്ട്, അവർക്ക് റാഹത്തുള്ള പ്രസവം നൽകണം റഹ്മാനെ. വിവാഹപ്രായമെത്തിയ ചെറുപ്പക്കാർ ഇണകളെ നോക്കുന്നുണ്ട്, അവർക്ക് ഖൈറായ ഇണകളെ എളുപ്പമാക്കി കൊടുക്കണം റഹ്മാനെ. മനസ്സിന് ചില അസ്വസ്ഥതകളുണ്ടെന്ന് പറയുന്ന ചെറുപ്പക്കാരുണ്ട്, പൂർണ്ണമായ മനസ്സിന് സമാധാനം നൽകണം റഹ്മാനെ. എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ട് ആര് എന്ത് സംഭാവനകൾ ഈ സ്ഥാപനത്തിലോ അതുപോലെ നോമ്പ് തുറയുടെ വിഷയത്തിലോ മറ്റോ നൽകിയിട്ടുണ്ടോ എല്ലാവർക്കും അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ നീ സാധിപ്പിച്ചു കൊടുക്കണം റഹ്മാനെ. ഞങ്ങളിലേക്ക് കാരുണ്യത്തിൻ്റെ തോട്ടം നോക്കണം റഹ്മാനെ. ഖൈറായ കാര്യങ്ങൾക്ക് തൗഫീഖ് വർദ്ധിപ്പിക്കണം റഹ്മാനെ. തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഭാഗ്യം നൽകണം റഹ്മാനെ. ആഖിബത്ത് നന്നാക്കി മരിപ്പിച്ച് സാലിഹീങ്ങളോടുകൂടെ ചേർത്തണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم.